27 കുട്ടികളിൽ ഒരു കുട്ടിയെ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ പകിടകളി എന്ന് പറഞ്ഞ സിനിമ. തെരുവിലൊരു ബലൂൺ വിൽക്കുന്ന കൊച്ചുങ്ങൾ ഈ സിനിമയിലെ ഭാഗമായിട്ടുണ്ട്. തിയേറ്ററിൽ വരെ പടം കാണാൻ പോകാത്ത ആൾക്കാർ വരെ നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പരമ്പരാഗത ഷൂട്ടിംഗ് സംവിധാന രീതിയിൽ പൊളിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിന്റെ ഒരു പ്ലാൻ ചെയ്തത്. 80 റെക്കോർഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൂവിക്ക് വേൾഡ് റെക്കോർഡാണ്. ഈ മൂവിയിൽ 80-ലധികം ആൾക്കാർ പങ്കെടുത്ത എല്ലാവർക്കും റെക്കോർഡുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ ഔട്ട് വന്നപ്പോഴാണ് ക്യാമറയും കൊണ്ട് കൊണ്ടുപോയിട്ട് എടുക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ നമ്മൾക്ക് ഇതിൽ ലഭിക്കുമ്പോൾ നമ്മളതിന്റെ പോസിറ്റീവ് സൈഡാണ് നോക്കുന്നത്. പേന കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പേജ് പോലും ഇതിലില്ല എന്നുള്ളത് അതിന് പറയാം. മൊബൈലിൽ എടുത്ത സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ക്രീനിന്റെ ഉള്ളിലേക്ക് അത് ഒതുക്കി പോകരുത് എന്നത് മാത്രമേ പറയാം. ഹായ് എവ്രിവൺ. സിനിമയോട് നിങ്ങൾ പാഷനേറ്റ് ആണ്, അല്ലെങ്കിൽ സിനിമ നിങ്ങൾക്ക് അത്രയും ഒരു പാഷൻ ആണെങ്കിൽ കയ്യിലൊരു ഫോൺ മാത്രം മതി ഒരു മുഴുനീള സിനിമ ചിത്രീകരിച്ച് അത് റിലീസ് ചെയ്യാം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അങ്ങനെ ചെയ്ത് പ്രൂവ് ചെയ്തൊരു ടീം എൻ്റെ കൂടെ ഉണ്ട്. അതെ, ഞാൻ സംസാരിക്കുന്നത് April 1st വീക്ക് റിലീസ് ചെയ്യാനിരിക്കുന്ന പകിടകളി എന്ന മൂവിയെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിപ്ലവകരമായ കാര്യം ചെയ്ത മൂവിയുടെ എല്ലാമായ നമ്മുടെ ഡയറക്ടർ നിഷാദ് ഹസൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ വെൽക്കം സർ. മൂവിയിലെ വില്ലൻ കഥാപാത്രം ചെയ്ത അമൽ, പിന്നെ നമ്മുടെ സിംഗർ തിരുമൂർത്തി. എല്ലാവർക്കും വെൽക്കം ടു ദി ഷോ. അപ്പൊ സർ, എന്താണ് പകിടകളി? പകിടകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയാണ് പകിടകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2019-2024 കാലഘട്ടത്തില് കേരളത്തിൽ നിന്ന് ഒരു 1337 കുട്ടികളെ മിസ്സിംഗ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ 1310 കുട്ടികളോളം തിരികെ വന്നിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. 27 കുട്ടികൾ സ്റ്റിൽ മിസ്സിംഗ് എന്നുള്ളൊരു വാർത്ത കണ്ടിരുന്നു. അപ്പൊ ഈ 27 കുട്ടികൾ മിസ്സിംഗ് എന്നുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുറന്ന് അതാണ് ഞങ്ങളുടെ ഒരു ഹുക്കിംഗ് പോയിന്റ് ആയിരുന്നത്. പക്ഷെ ഞങ്ങൾ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ വേറെ രീതിയിലേക്ക് ആയിരുന്നു മാത്രം. കാരണം വെച്ചാൽ 27 കുട്ടികളിൽ ഒരു കുട്ടിയെ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ പകിടകളി എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ അതാരാണ് തേടി പോകുന്നത്, എവിടേക്കാണ് ഇവരെത്തുന്നത്, ഇവരെത്തിച്ചേരുന്ന മേഖലകൾ, അവർ നേരിടുന്ന വെല്ലുവിളികൾ, അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിലുള്ള ലൈവായിട്ടുള്ള ഒരു ചിത്രീകരണം കൂടായിരുന്നു ഒരു പകിടകളി എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പൊ അത് പ്രധാനമായിട്ടും നമ്മളൊരു ആധുനിക രീതിയിലുള്ള ക്യാമറ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നമ്മൾ സഡൻ ആയിട്ടുള്ള രീതിയിലായിരുന്നു ഇതിന്റെ ചിത്രീകരണം. നമ്മൾ എവിടെയെങ്കിലും ലൊക്കേഷനിൽ എത്തുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫ്രെയിമുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ വലിയ ഫെസ്റ്റിവലുകളൊക്കെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് നമ്മൾ ചെല്ലുന്നു, നമ്മുടെ കഥാപാത്രങ്ങൾ അതിനുള്ളിലൂടെ സഞ്ചരിക്കുന്നു, അവരതിലൂടെ അഭിനയിക്കുന്നു. അല്ലാണ്ട് ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു ഫ്രെയിം ഇതിനുള്ളിൽ നിന്ന് അഭിനയിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല. അവരഴിച്ചു വിട്ടേക്കുന്നു, അവരവരുടെ കഥാപാത്രങ്ങൾ ചെയ്യുന്നു, നമ്മളത് പകർത്തുന്നു. അപ്പൊ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഇന്ന് വരെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണുക, അവര് ഒഴുക്കിൽ വരിക മാത്രമല്ല, അവര് പിന്നീട് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മുടെ കൂടെ നിർത്തിയിട്ട് അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ തെരുവിലൊരു ബലൂൺ വിൽക്കുന്ന കൊച്ചുങ്ങൾ ഈ സിനിമയിലെ ഭാഗമായിട്ടുണ്ട്. ഒരുപാട് ഇന്ന് വരെ സിനിമയുടെ മുമ്പിൽ ഒരു ക്യാമറയുടെ മുന്നിലോ തിയേറ്ററിൽ വരെ പടം കാണാൻ പോകാത്ത ആൾക്കാർ വരെ നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. പിന്നെ നമ്മളൊരു സാധാരണ ഒരു സിനിമ ചെയ്യുന്ന രീതിയിലല്ല, നമ്മുടെ ഒരു പാറ്റേൺ ആയിരുന്നു. നമുക്കത് ഭയങ്കര വേറൊരു ഹാപ്പിനെസ് ആണ്. അപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ആലോചിച്ച് മനസ്സിലാവും. നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമുക്കൊരു ആനന്ദം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ റിസ്ക് എടുക്കുന്നതിന് ഇത് കൂടും. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇതൊരു ആർട്ടിസ്റ്റുകളില്ല, പുതിയ ആളുകള്, ഇപ്പൊ ടിറ്റോൾസിനെ പോലുള്ള ഒരാൾ മാത്രമാണ് മുൻപ് സിനിമയിൽ പരിചയമുള്ള ഒരാളുള്ളൂ. അപ്പൊ ഇത്രയുള്ള ആൾക്കാരെയും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഫ്രീഡം. അത് രാത്രി ഇപ്പൊ 2 മണി സമയത്തിന് ഇടാം, നമുക്ക് ഇപ്പൊ ഒരു സാധനം ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവരെല്ലാം റെഡിയാണ്. ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരും പുറത്തേക്ക് എത്തി, അവരവരുടെ കോസ്റ്റ്യൂമിൽ അവരുടെ കഥാപാത്രമായിട്ട് പുറത്തേക്ക് എത്താം. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പൊ അത് രസകരമായിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റി. ഇത് iPhone 15 Pro Maxലാണ് ഫുൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ശരിക്കും ഈ ഒരു സിനിമ മൈൻഡിൽ വന്നപ്പോഴത്തേന് ഈ ആശയത്തിലാണോ ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്, അതോ പിന്നെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്? സാഹചര്യങ്ങളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആധുനിക സംവിധാന രീതിയിലുള്ള ക്യാമറ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ചിത്രീകരിക്കാൻ കഴിയാത്ത പല മേഖലകളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കതൊരു ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വലിയ ബഡ്ജറ്റുള്ള ഒരു പടമാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ചില ഏരിയകളിൽ പോലും നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു പരമ്പരാഗത ഷൂട്ടിംഗ് സംവിധാന രീതിയെ പൊളിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിന്റെ ഒരു പ്ലാൻ ചെയ്തത്. പിന്നെ ഈസി ആയിട്ടുള്ള ഒരു ആക്സസ് ആണ്. നമുക്കൊരു ക്യാമറ, അതിന്റെ എക്യുപ്മെന്റ്സ് ഇപ്പൊ ഒരു സമയം എടുക്കും നമ്മുടെ ക്യാമറ. അപ്പൊ അതിനൊരു ബാറ്ററി ഇട്ട് അതൊരു ഓൺ ചെയ്യുന്ന ഒരു സമയത്തിന്റെ ഒരു 10 അംശം പോലും നമുക്ക് ഇതിൽ വേണ്ട. നമുക്ക് സഡൻ ആയിട്ട് ഒരു സംഭവം ക്വിക്ക് ആക്ഷൻ ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നടക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചിത്രീകരിക്കാനായിട്ട് പറ്റുന്നു.
സമാധാനത്തിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ അതിനും സാധിക്കും, എല്ലാം സാധിക്കും. പക്ഷെ ഭയങ്കര നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ടാണ് കിട്ടിയത്. ഞങ്ങളിപ്പോൾ തിയേറ്ററിൽ അതിനൊരു ചെറിയ പ്രിവ്യൂ നടത്തി. അതിലേക്ക് ഞാൻ ചോദിക്കാൻ പറ്റും സാർ, ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ചെയ്തത്. ഇപ്പൊ പിന്നെ എല്ലാവരും വ്ളോഗ് ചെയ്യുന്ന ഒരു കാലമൊക്കെയാണ്. പക്ഷെ അതിന്റെ ഒരു ഔട്ട്പുട്ട് പോലെ അല്ലല്ലോ നമുക്ക് സിനിമയിലേക്ക് വരുമ്പോ ഇതെനിക്ക് തിയേറ്ററിൽ കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ചാലഞ്ചിങ് ആയിരിക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് ഞങ്ങളിത് ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇതിന്റെ സ്ക്രീനിലൊക്കെ ടെസ്റ്റ് നടത്തി. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഏകദേശം ഔട്ട്പുട്ടിന്റെ ധാരണ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റില് ഷൂട്ട് പോകുന്നുണ്ട്, പകല് മാത്രമല്ല. ഇതൊരു ത്രില്ലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങൾ വരുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് നൈറ്റ് ഭയങ്കര പ്രാധാന്യമായിരുന്നു ഈ സബ്ജക്റ്റിന്. അപ്പൊ ആ സമയത്ത് ഐഫോൺ എന്ന് പറയുന്ന ഒരു ഫോണിന് നൈറ്റിൽ നമുക്ക് ഭയങ്കര പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതിനെ ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സമാധാനം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരു 7.1 മിക്സ് സറൗണ്ട് സിസ്റ്റത്തിലേക്ക് ഇത് മിക്സ് ചെയ്തത്. ഇതിന് നല്ല കളറിംഗ് ഡി എ റെജിൻ സാൻഡാണ് ചെയ്തിട്ടുള്ളത്. വിനായകൻ ശരചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പുതിയ ആളാണ് ഇതിന്റെ ബീജം ചെയ്തിട്ടുള്ളത്. അങ്ങനെ പുതിയ കുറെ ആൾക്കാരാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. പർപ്പസ്ഫുള്ളി ചെയ്താണ്. ഞാൻ ഇൻഡിപെൻഡന്റ് മൂവി ചെയ്യുമ്പോൾ പുതിയ ആളുകൾക്ക് ഞാൻ അവസരം കൊടുക്കും എന്നുള്ളൊരു ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാവരും പുതിയ ആൾക്കാർ. അത് നമുക്ക് പണ്ട് തൊട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമുക്കൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോയി ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷൂട്ട് ചെയ്യാന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, അതിനൊരു പരിമിതികളുണ്ടല്ലോ. ഇവര് പുതിയ ആളുകളാകുമ്പോൾ നമുക്ക് ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം. ആ ഒരു രീതിയിലാണ് അത് മുന്നോട്ട് പോയത്. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്താലും രണ്ട് രീതിയിൽ ആളുകൾ അല്ലേ അതിനെ നോക്കി കാണുന്ന ഒരു ഇതുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് വേൾഡ് റെക്കോർഡുകളും 80ഓളം റെക്കോർഡുകൾ നമ്മുടെ ഈ മൂവിക്ക് ഉണ്ട് എന്ന് ഞാനിങ്ങനെ വായിച്ചു. 80ഓളം റെക്കോർഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൂവിക്ക് വേൾഡ് റെക്കോർഡാണ്. ഈ മൂവിയിൽ 80ലധികം ആൾക്കാർ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും റെക്കോർഡുണ്ട്. അപ്പൊ 80+ മുകളിലേക്ക് റെക്കോർഡുകൾ ഇതിനുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അതിന് ആ രീതിയിൽ ആരെങ്കിലും ചോദിച്ചത് ഇപ്പൊ ഇതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്? അതായത് ഇങ്ങനത്തെ റെക്കോർഡുകൾ കിട്ടാൻ അല്ലെങ്കിൽ ഒരു ആ രീതിയിൽ നോട്ടീസ് ചെയ്യപ്പെടാനാണോ ഇങ്ങനത്തെ ഒരു ആശയം കൊണ്ടുവന്ന് ചോദിക്കുന്നവരോട് എന്ത് പറയും? ഒരിക്കലും ഞാൻ അങ്ങനെ ആന്ന് പറയില്ല. ഞാൻ കണ്ടെടുത്തോളം ഈ ഷാദിഖാന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഞാൻ ഇക്കാന്നാണ് വിളിക്കുന്നത്. അത് ഞാൻ അപ്പൊ സാറ് ചെയ്യണത് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യാത്ത മേഖലയിലൂടെ കടന്ന് സഞ്ചരിക്കുക. ഇപ്പൊ അങ്കമാലി ഡയറീസ് ഒക്കെ ഇറങ്ങണ മുമ്പ് ഞങ്ങള് 30 മിനിറ്റ് ഷോർട്ട് ഫിലിം കണ്ടിന്യൂസ് ഷോർട്ട്, അതൊരു സിംഗിൾ ഷോട്ട് ലൈവ് ആയിട്ടുള്ള ചിത്രീകരണമായിരുന്നു. അത് ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളത് സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിച്ചു. അതിന്റെ സിംഗിൾ ഷോട്ടിലുള്ള ഫുട്ടേജ് മനോരമയുടെ ചാനലിലും അത് കിടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതോട് നിർത്തി. ഇത് അത് വേറെ കാര്യമുണ്ട്. ഇവര് പറയുന്ന പോലത്തെ കഥയില്ല. കാരണം എന്താ പറയുക, ഇവർക്കൊന്നും അറിയില്ല. നമ്മളെ ഇങ്ങനെയാണ് അവിടേക്ക് എത്തുന്നത് പറഞ്ഞാൽ നമ്മുടെ നിവൃത്തികേടുകളാണ് നമ്മളെ പല സാധനങ്ങളിൽ എത്തിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു 50 ദിവസം ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറ സംവിധാന കാര്യങ്ങൾ ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ സിംഗിൾ ഷോട്ടിൽ ഒരു സാധനം പ്ലാൻ ചെയ്യണം. പക്ഷേ ഇത് പരിമിതികളിൽ നിന്ന് ബെസ്റ്റ് ചെയ്യുക. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോ സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ, അതിന്റെ റൂമിന്റെ സംവിധാനങ്ങൾ, നമ്മുടെ കൂടെ സഹകരിക്കാനുള്ള ആൾക്കാർ, അങ്ങനെ എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിലായിരുന്നു. കാരണം ഇതിന്റെ പ്രൊഡ്യൂസർ മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ദേവസൂര്യ ഫിലിംസിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആള് ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ ആളായിരുന്നു ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഗംഭീരമായിട്ട് നമുക്ക് അതിന്റെ പരിപാടിയാണ്. അപ്പൊ ഇതിനൊരിക്കലും ഒരു റെക്കോർഡ് കിട്ടും അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ള സാഹചര്യത്തിലല്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. എങ്ങനെ മനോഹരമായിട്ട് ഒരു സിനിമ ചിത്രീകരിക്കാം, കമേഴ്ഷ്യൽ ആയിട്ട് ഒരു സിനിമ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന 2 മണിക്കൂർ 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമ എങ്ങനെ ആൾക്കാരെ പിടിച്ചിരുന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് എടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ഓരോ സീനുകൾ കഴിയുമ്പോഴും ഞാനത് എഡിറ്റ് ചെയ്യും. ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഈ പടത്തിൽ. അപ്പോൾ സ്പോട്ടിൽ എഡിറ്റ് ചെയ്യും, നമ്മളത് ഉറപ്പ് വരുത്തും. ഒരു റെഫറൻസ് മ്യൂസിക് ഇട്ട് എന്നിട്ട് ഇങ്ങനെ അടുത്ത ഇതിലേക്ക് പോകും. അപ്പോൾ രാത്രിയൊക്കെ ഉറക്കമുള്ള ചെറുതിനാണ് പരിപാടികൾ. പല രാത്രികളൊന്നും ഉറക്കമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മൈൻഡിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ഇപ്പൊ ക്യാമറ ചെയ്യുന്നതും എഡിറ്റിംഗ് ചെയ്യുന്നതും സംവിധാനം ചെയ്യുകയും സ്ക്രിപ്റ്റ് പോലും കയ്യിലില്ലാതിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതിന്റെ മാക്സിമം സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ അതിന്റെ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇനി അത് എന്താണ് എവിടെ എത്ര എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. അത് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്ത് 3 തിയേറ്ററിൽ എത്തും എന്തായാലും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ സെൻസറിങ് പരിപാടികൾ കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് ഇനി തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. എങ്ങനെയാണ് ഈ സിനിമ എത്രത്തോളം എവിടെ എത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. അവർക്ക് കാണാൻ പാകത്തിനുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെ ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. അത് കോൺഫിഡൻസ് എന്തായാലും ഉണ്ട്. റിയൽ ആയിട്ട് നമ്മുടെ നടന്നൊരു കാര്യം, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ. അപ്പം ഇത് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരുടെ അടുത്ത് പോയി ഡയറക്റ്റ് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കി ചെയ്താണോ, അതോ ഈ ഒരു
ന്യൂസ് വെച്ചിട്ട് സ്വയം നമ്മൾ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കി അങ്ങനെ പോയതാണ്? അല്ല, ഇതിന് ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മണിക്കൂറിൽ നിരവധി കുട്ടികളെയാണ് കാണാതാവുന്നത്. അപ്പൊ കേരളത്തിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ലോകത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന എപ്സ്റ്റീൻ ഫയൽ പോലുള്ള സാധനങ്ങളെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു ഏകദേശം സ്റ്റഡി രൂപം നടത്തിയിട്ടുണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള വിഷ്വലുകളും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നതാണ്. പിന്നെ എന്താ പറയുക, സോഷ്യലായിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതി കൂടി നമ്മൾ സിനിമയുടെ ഉള്ളിൽ കാണുന്നത്. അപ്പൊ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് സിനിമാറ്റിക് രീതിയിൽ ഒരു കഥ പറയുക എന്നുള്ള ശ്രമം തന്നെയാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല? അങ്ങനെ പോയി ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളോട് അതിനുമായിട്ട് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു യാത്ര നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഒടുവിലാണ് നമ്മൾ ഈ സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിന്റെ ഷൂട്ടിന് പോകുന്നതിനാണ് മുമ്പ് തന്നെ ഞാൻ ഈ ഏരിയയിലൊക്കെ മുൻപേ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് മുൻപ്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും സ്ഥലങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര സ്ഥലങ്ങൾ തന്നെ പോയിട്ട് ഷൂട്ട് ചെയ്യണം. കേരളത്തിലല്ല ഇതിന്റെ ഷൂട്ട് നടന്നിട്ടുള്ളത്. ഇതിന് ഒട്ടുമിക്ക ഷൂട്ടുകൾ നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, കോളാർ, KGF തുടങ്ങിയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ കളർ ടോൺ, ഇതൊക്കെ ഈ സിനിമനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ല രസകരമായിട്ടുള്ള ഫ്രെയിമുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ തിരുമൂർത്തി സാറ്, സിംഗർ തിരുമൂർത്തി, അതായത് ഇൻസ്റ്റാഗ്രാമിലും എല്ലാം സെൻസേഷൻ, ഏകദേശം 2,62,000 ഫോളോവേഴ്സ് ഉള്ള ഒരു സിംഗറാണ്. അപ്പൊ എങ്ങനെയാണ് തിരുമൂർത്തി ഈ മൂവിയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? തിരുമൂർത്തി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ വിനായക് ശരത്ചന്ദ്രനാണ് ആദ്യം തിരുമൂർത്തിനെ സജസ്റ്റ് ചെയ്തത്. മുന്നേ നമ്മൾ റീലുകൾ കണ്ടിട്ട് നമ്മൾ ആളുടെ ഫാനാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ആള് പറയുമ്പോഴാണ്. വിനായക് ശരത്ചന്ദ്രൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ് പറയുന്നത് ആള് പാടി കഴിഞ്ഞാൽ ഈ സോങ് നന്നായിരിക്കുന്നത്. ആളെ കണ്ടു കിട്ടാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. അപ്പൊ ഞാനൊരു മെസ്സേജ് അയച്ചിട്ടു, റിപ്ലൈ ഇല്ല. കാരണം അവരുടെ അക്കൗണ്ട് നോക്കുന്നത് വേറെ ആളാണ്. അപ്പൊ ആൾക്ക് ഉൾക്കാഴ്ചയാണ് കൂടുതൽ, പുറമേക്കുള്ള കാഴ്ച ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു സാധനമുള്ള ആൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു ദിവസം രാത്രി എനിക്ക് എന്തായാലും ആളെ കൊണ്ട് പാടിപ്പിക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോ ഞാൻ തന്നെ ആളുടെ ഇൻസ്റ്റയിൽ കയറിയിട്ട് അടുപ്പിച്ച് കുറെ കമന്റുകൾ ഇട്ടു, പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ആളുടെ സുഹൃത്ത് അത് കണ്ടിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഇവിടുന്ന് ഞാനും ഇവനും കൂടി കൂടിയിട്ട് ജോലാർപേട്ടയിലേക്ക് വണ്ടി കയറി. മുരളിയേട്ടനോട് ആദ്യം പറഞ്ഞു, പ്രൊഡ്യൂസറോട് സംബന്ധം ചോദിച്ചു ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു പരിപാടി. ആളെ പറഞ്ഞു ധൈര്യമായിട്ട് പോയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടുന്ന് ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് ജോലാർപേട്ടയിൽ പോയി, ആളുടെ ഗ്രാമത്തിൽ പോയി. ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. ഒരു കൊച്ചു ഗ്രാമം, അവിടെ വളരെ പരിമിതമായിട്ടുള്ള ആൾക്കാർ, അവിടുത്തെ കുറെ ആരാധനാലയങ്ങൾ. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തു. ഞങ്ങൾ തന്നെ നടന്ന്, സുഹൃത്തിന്റെ വണ്ടിയുണ്ട്, നമ്പിക്കൈ കണ്ണൻ സാർ, അവരുടെ ജീപ്പ്, അവർ റിട്ടയർഡ് സസ്പെൻഷൻ കിട്ടിയിരുന്ന ഒരു പോലീസാണ്. അപ്പൊ അതുള്ള യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ച് ആൾക്ക് വരികളൊക്കെ നൽകി അതിന്റെ വിനായക് ചെയ്തിട്ടുള്ള മ്യൂസിക് കാര്യങ്ങളൊക്കെ ആൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. അത് സ്റ്റഡി ചെയ്യാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. അത് ആള് തന്നെ പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം തമിഴിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞോളൂ. അപ്പൊ സർ, ഈ ലിറിക്സ് ഒക്കെ എങ്ങനെയാ തിരുമൂർത്തി സർ എങ്ങനെയാ പഠിക്കുന്നതും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു எத்தத்தோல எஃபோர்ட் இடுന്നുண்டா അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക്? பாடுறதுக்கு முன்னாடி கிடக்கிற லிரிக் எல்லாம் நீங்க எப்படி கத்துக்கிறேன்னு கேக்குறாங்க. அது கூட இருக்கிறவங்கள லிரிக்கை படிக்க சொல்லி கேட்டுட்டு அதுக்கப்புறம் அந்த பாட்டு முன்னாடியே ட்ராக் இருக்கும், அந்த ட்ராக்கை கேட்டு நான் அப்படியே டைஹர்ட் பண்ணிட்டு அதுக்கப்புறம் அந்த சாங் நான் அப்படியே பாடுவேன். സോ ഏത് ടൈം, അതായത് എപ്പോ തൊട്ടാണ് സിംഗിങ് ആണ് ഏരിയ, അല്ലെങ്കിൽ ഏത് ടൈം തൊട്ടാണ് പാടി ഇങ്ങനെ ആ ഒരു ആളുകളിൽ ഏതൊരു ടൈം തൊട്ടാണ് ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങി? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്? ஆசை வந்தது எந்த வயசுல தான் கேட்குறாங்க அவருங்க? எனக்கு ஒரு 4 வயசுலேருந்து எனக்கு தெரிஞ்சு நான் பாடிக்கிட்டு இருக்கேன். பாட்டு மேலே, இசை மேலே எனக்கு எதனால் ஆர்வம் வந்துச்சுன்னு எனக்கு இப்போ வரைக்கும் தெரியாது. ஆனால் இசை எனக்கு ரொம்ப பிடிக்கும். ராஜா சார் சாங்கு இல்லை எல்லா மியூசிக் டைரக்டரோட சாங்கும் எனக்கு ரொம்ப ரொம்ப பிடிக்கும். இப்போ ஒரு கொஞ்சம் வருஷமாக எல்லா லாங்குவேஜில் இருக்க எல்லா சாங்கும் நான் கேட்டு கற்றுக்கிட்டு இருக்கேன். என்னை வந்து இந்த சினிமா அப்படிங்கிற ஒரு விஷயத்துக்கு டி.மன் சார் கொண்டு வந்தார். ஸோ அவருக்கு இந்த அதாவது நான் அவர்கிட்ட பாடின பாட்டு கண்ணான கண்ணே அப்படிங்கிற சாங் நான் பாடலாமா? ஓகே ஓகே. அலைக்கடலின் நடுவே அலைந்திடவா தனியே படகெனவே உனையே பார்த்தேன் கண்ணே, புதை மணலில் விழுந்தே புதைந்திடவே இருந்தேன், குறுநகையை எறிந்தேன் மீட்டாய் என்னை, விண்ணோடும் மண்ணோடும் ஆடும் பெருஞ்சல் மனதோரம்
கண்பட்டு நூல் விட்டு போகும் என ஏதோ பயம் கூடும். மயில் ஒன்றை பார்க்கிறேன், மழையாகி ஆடினேன். இந்த உற்சாகம் போதும், சாக தோன்றும் இதே வினாடி. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, பொன்னான நெஞ்சை பொன்னான கையால் பூ போல நீவவா. கண்ணான கண்ணே கண்ணான கண்ணே. സൂപ്പർ. അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മളെ അതേപോലെ വീഡിയോസില് കമലഹാസൻ സാറിന്റെ കൂടെ ഇങ്ങനെ കൊട്ടിപ്പാടുന്ന അല്ലെ, അത് കമലഹാസൻ സാറിന്റെ കൂടെ നിങ്ങൾ കൊട്ടിപ്പാടുന്നില്ല, അത് പാട്ട് പറ്റി இல்லை அந்த சாங் எப்படின்னா எப்போவும் நமக்கு ஒரு யூடியூப் சேனல் இருக்கு. ஸோ எந்த சாங் வந்து புதுசாக நியூ ரிலீஸ் அப்படின்னாலும் நான் அந்த சாங்கை வந்து ட்ரை பண்ணி வீடியோஸ் வந்து அப்லோட் பண்ணுறது எப்போ வழக்கம். அப்படி இருக்கும்போது தான் சார் விக்ரம் மூவி அந்த ரிலீஸ் ஆன டைமில் 10/10 அவரோட சாங் வந்து ரிலீஸ் ஆகிருந்தது. சரி நம்ம ட்ரை பண்ணி பார்ப்போம் அப்படின்னு சொல்லி, இது எதிர்பாராமல் நடந்த விஷயம் தான் கமல் சார் மீட் பண்ணது எல்லாமே. அது அந்த சாங் வந்து அவருமே நேரில் கூப்பிட்டு இந்த ப்ரமோஷனில் இருந்தார், இப்போ விக்ரம் மூவி ப்ரமோஷனில் இருந்தார். அப்போது நேரில் கூப்பிட்டு அந்த பாட்டை அவர் முன்னாடி பாட சொல்லி கேட்டுட்டு, அதுக்கப்புறம் ஏஆர்மன் சாரோட கேஎம் கன்சர்வேட்டரி அப்படிங்கிற காலேஜில் நீங்கள் மியூசிக் படிச்சு கற்றுக்கோங்க அப்படின்னு சொல்லி சார் வந்து ஒரு 1 இயர் நான் கோர்ஸ் இப்போ 2023 இந்த வருஷம் தான் முடித்தேன். ഓപ്പർച്യൂണിറ്റി അല്ലേ? അങ്ങനെ നമുക്ക് വേണ്ടിട്ട് ആ പാട്ടൊന്ന് പാടാമോ? അങ്ങനെ കൊട്ടിപ്പാടണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ ஏதாவது பொருள் வேணுமா கொட்டுறதுக்கு? சொல்லலாம், இருந்தால் ஓகே தான். பத்தல பத்தல குட்டியும் பத்தல புட்டியும் பத்தல மத்தல ஆடுறாடே, சுத்த மத்தல ஆடுறாடே ஆடுறா. குத்துரகும்பம் குத்துலங்கம்மா பெத்த புள்ள நீ செத்துரு படாடே, நீ உதார் விடாதே மௌன. இவன் விட்டால கடிச்சானே, இது முடிச்சவக்கு பிரேமே. 1ஆம் நம்பர் சொக்கா திருடி தேடி பக்கரி மாமே, அது சர கடிக்கும் சோமே. இவன் சுண்டி சோறு சீனு, கல்லா பவுடர் கோடு போட்டு மூக்குறஞ்சும் டீமே. டாய் பட்டிட்டிங் கறி பண்ணாத, கெட்ட பொம்பளைய நம்பி ஏமாந்து கூடாத, தாராந்து கூடாத. இதனை கிண்ட கொண்டாடே, அத்த தொட்டுன தொண்டாடே, நீ எத்தனை குச்சாலும் இங்க பட்டி கூடாதே. താങ്ക് യു. ശരിക്കും നമുക്കാ ഭാഗ്യം, അതായത് കമലഹാസൻ സാറിന്റെ കൂടെ അല്ലെ സ്റ്റേജ് ഷെയർ ചെയ്ത ഒരാൾ നമുക്ക് നമ്മുടെ ചാനലിന് വേണ്ടി പാടിയതിന് ഞങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ് ശരിക്കും. താങ്ക് യു. താങ്ക് യു. ഞങ്ങളുടെ പടത്തിലെ 2 പാട്ടിന്റെ വരി സർപ്രൈസ് ആണ്. അത് നമ്മൾ ലാസ്റ്റ് നമുക്ക് തിരുമൂർത്തിയുടെ നമ്മുടെ പകിടകളുടെ സോങ് വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുന്നേ ഇനി നമുക്ക് അടുത്ത വില്ലനിലേക്ക് വരാം. ഭീകരനായ വില്ലനാണോ ക്രൂരനാണോ? ചെറുതായിട്ടൊന്നല്ല, അത്യാവശ്യം നല്ല ഇതിലാണ്. വയലൻസാ. എങ്ങനെയാണ് അവൻ ആള് പറയുന്നു, നമ്മൾ ചെയ്യുന്നു. തീർക്കാൻ പറഞ്ഞാൽ തീർക്കും. ഒന്നും നോക്കാനില്ല, അപ്പനെ തീർത്തോളാം. ഇംപ്രൂവൈസ് ഒക്കെ ചെയ്തോ അതോ ഡയറക്ടർ പറയുന്ന പോലെ ചെയ്ത ആക്ഷൻ ആണോ? അങ്ങനല്ല, ഇപ്പൊ നമ്മൾക്കൊരു ട്രാക്ക് കിട്ടിത്തരും, നമ്മളതിൽ ചെയ്യുമ്പോ എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ പറഞ്ഞുതരും. അപ്പൊ നമ്മളതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ നോക്കും. ചില സമയത്ത് നമുക്ക് പറ്റാറില്ല, പിന്നെ ആൾ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കും, നമ്മൾ വീണ്ടും ചെയ്യും. അപ്പൊ അങ്ങനെ ശരിയാവണത് ചെയ്യും. നമ്മളെങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തുന്നത് മെയിൻ വില്ലനായിട്ട്? ഞങ്ങള് ചെറുപ്പം അവര് കുറെ കാലമായിട്ട് അറിയാം. എന്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ അന്നോട്ടെ സിനിമ അമല് ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അമല്. പിന്നെ റണ്ണിങ്ങിലാണ് നമ്മള് അമലിനെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇതിലേക്ക് എന്നെ ആക്കിയിട്ട് ഈ ക്യാരക്ടറിനെ അമല് ചെയ്ത് ഞാൻ ഇവിടെ വന്നത്. നല്ല രസമായിട്ട് അമല് ചെയ്തു. പടം കാണുമ്പോൾ മനസ്സിലാവും എന്തിനായിട്ട് ചെയ്തത്. പോസ്റ്ററില് അതാ ഞാൻ ചോദിച്ചത്, തിയേറ്ററിലെ ആൾക്കാരൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ഫുൾ ഓൺ ഒരു മൂവിയിൽ ത്രൂ ഔട്ട് ആദ്യം ഫസ്റ്റ് മൂവി അല്ലേ? ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ
ഇക്കുള്ള കാരണം പിന്നെ നമ്മൾ പേടിയെ കുറിച്ചൊന്നും ഫ്രീഡം ആണ്, ആ ഒരു അടുപ്പമുള്ളതുകൊണ്ട് അങ്ങനെ അല്ല, നമുക്കില്ലാത്ത ധൈര്യം ആളെ വിടുന്നു നമുക്ക് ഉണ്ടാക്കി തന്നെ മനസ്സിലാവണില്ലേ. നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ ധൈര്യത്തോടുകൂടിയാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത്. നമുക്കൊന്നും അങ്ങോട്ടൊന്നും ചിന്തിക്കേണ്ടാവില്ല, നമ്മൾ ഡയറക്റ്റ് ചെയ്യാണ്. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ പിന്നെ അത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യാ, നമ്മൾ പരമാവധി എന്തോരം എഫേർട്ട് എടുത്ത് ചെയ്താലും ആ ഒരു സാധനം ഒരു മാജിക് ഉണ്ട്, മാജിക് കിട്ടണം. അല്ലേ എപ്പോഴും പറയണ്ടേ മാജിക് കിട്ടിയില്ല, മാജിക് കിട്ടിയില്ല. എങ്ങനെ നമ്മുടെ ഡയറക്ടർ എങ്ങനെയാണ്, അതായത് സ്ട്രിക്റ്റ് ആണോ? അല്ല, സ്ട്രിക്റ്റ് അല്ലെന്ന് മനസ്സിലായി എല്ലാവരും. പക്ഷെ എന്നാലും അതായത് പുള്ളിക്ക് ആ ഒരു സാധനം കിട്ടുന്നവരെ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല, നമ്മളോ ഉള്ളുകൊണ്ട് പറയുന്ന 100 അവസരങ്ങളിൽ ഇക്ക തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്ന് വെച്ചാൽ സിനിമയാണ് മെയിൻ കാരണം, ആളല്ല കാരണം. സിനിമയ്ക്ക് വേണ്ടി ആള് ചെയ്യുന്നു, അപ്പൊ നമുക്ക് അങ്ങനെ ഓരോ ഇതുണ്ടാവും. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അത് തിരിച്ചറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ ഔട്ട് വന്നപ്പോഴാണ്. ഒക്കെ ലാഭമാണ്. നമുക്ക് അന്ന് കുറെ നഷ്ടങ്ങളായിട്ട് തോന്നി, വിശക്കണു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ അത് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് അതായത് നമുക്കൊരു ചില ദിവസം ഒരു ദിവസം ഞങ്ങൾ കോളറിൽ വെച്ചിട്ട് ഷൂട്ടിങ് തുടങ്ങി. അപ്പൊ കോളറിൽ വെച്ചിട്ട് ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ആരംഭിച്ചു. അന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു 10-30 ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്. ഐഫോണായതുകൊണ്ട് ഞങ്ങൾ രണ്ടെങ്കിലും പുതിയ കഥാപാത്രങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് വെച്ചാൽ അന്ന് സൂര്യൻ ചതിച്ചിട്ടില്ല, ആള് അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അതിന് ധൈര്യമായി ഷൂട്ട് ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ ഒരു കോളാർ എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്. അപ്പൊ അതിങ്ങനെ പരന്ന കട, അവിടെ ഒരു ഹോട്ടലോ പെട്ടിക്കട പോലും ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള സ്ഥലത്ത് ഞങ്ങൾ പോയി. അപ്പൊ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷൂട്ടിന് അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷനും പരിപാടികളും. അപ്പൊ ഞങ്ങള് കാലത്ത് തുടങ്ങിയ ഷൂട്ട് വൈകുന്നേരം 6 മണിക്ക് ലേറ്റ് പോണ വരെ 6-6:30 വരെ ഷൂട്ട് ചെയ്തിട്ട് നിർത്തിയതാണ്. അപ്പൊ അത്ര നേരം ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമുക്കത് എടുക്കാൻ പോണ സമയം പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സീനുകൾ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹീറോ ചെയ്തിട്ടുള്ള ദേവസൂര്യാണ് അതിൽ ലീഡർ റോൾ ചെയ്തിട്ടുള്ളത്. അതൊന്നും ചോദിച്ചില്ല. അപ്പൊ ആളുണ്ട്, ഞാനുണ്ട്, ടിറ്റോ ഉണ്ട്, വേറെയും നമ്മുടെ ടീമൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് കട്ടൊക്കെ എഫർട്ട്. ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല, നമുക്ക് തടസ്സം എടുത്തിട്ട് പോകുന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. എല്ലാവർക്കും ഒരേ മൈൻഡോട് കൂടി പ്രവർത്തിക്കുമ്പോൾ അത് ഭയങ്കര രസം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദർശമായിട്ടുള്ള ഒരു 100-ലധികം ആൾക്കാർ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. അത്രയധികം ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഇപ്പം നിങ്ങൾക്ക് സാറിന് പറഞ്ഞു കുറെ ട്രാവൽ ചെയ്തു, ഒരു ജേർണി പോലെ അല്ലേ, ഒരു യാത്ര പോലെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തൊരു മൂവി അല്ലേ. അപ്പൊ ഇതില് കുറെ നല്ല തമാശ അങ്ങനത്തെ അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിലേക്ക് നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു സീക്വൻസ് ഉണ്ടോ അങ്ങനെ ഓർത്തിരിക്കുന്നത്? അത് ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടായി. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അത് അങ്ങനല്ല, ഞങ്ങളിപ്പോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ദേവയുടെയും ടിറ്റോന്റെയും ഒരു സീക്വൻസ് ഇറങ്ങണം. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയ ദിവസം തൊട്ട് തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് ഇനി ആളുകൾ കണ്ടുപിടിക്കണം, ഇതിന് അനുയോജ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ പരിസരത്ത് കണ്ടുപിടിക്കുന്ന ഒരു പ്ലാനിങ് പറഞ്ഞാണ് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ ഷൂട്ടിംഗ് കണ്ടിട്ട് ഒരാള് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അപ്പൊ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട്, சார் நீங்க மொபைல்ல தான் ஷூட் பண்றேன், ஆனா இது பார்த்து எனக்கு நல்ல வேற மாதிரி தோணுது, எனக்கு ஏதாவது சான்ஸ் கிடைக்குமா சார், ഏത് പറഞ്ഞാലും പ്രശ്നം ഇല്ലെന്ന് ഒരു രവികുമാർ എന്ന് പറഞ്ഞിട്ട് ആള് ടാക്സി ഓടിക്കുന്ന ആളാണ്. അപ്പൊ ആളവിടെ നമ്മൾ ഷൂട്ട് നോക്കിയിട്ട് ചായക്കട ഒരു പരിസരത്ത് വെച്ചു. ഞാൻ ഒരാളിങ്ങനെ ശരി ഓക്കെ, അങ്ങനെ ആളെ നമ്മൾ വിളിച്ചുകൊണ്ട് ആൾക്ക് ഒരു 2 പേജ് ഡയലോഗ് ഫസ്റ്റ് നമ്മൾ കൊടുക്കാണ് ആൾക്ക് പറയാൻ. അപ്പൊ ആള് ഒറ്റ ഷോട്ടില് വണ്ടികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന നടുക്കൂടെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഡയലോഗ് പറയണം. ആള് അത് ഒറ്റ ടൈക്കിൽ തന്നെ ആളത് പഠിച്ചിട്ട് അത് ഫോൺ കോൾ വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഒരു കുറെ കാലത്ത് ഒരു ഇതായിരുന്നു അതിൻ്റെ ഉള്ളിൽ കിടക്കണായിരുന്നു. അത് മൊത്തം അങ്ങോട്ട് സാധനം മൊത്തം ആളുകൾ പൊട്ടിച്ചിട്ടുണ്ട്. അത് ആള് ഡയലോഗ് പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട്. അപ്പൊ ആളെ ഡയലോഗ് പറഞ്ഞിട്ട് വന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, സാർ സൂപ്പർ ഇറങ്ങുക, സാർ സൂപ്പർ ഇറങ്ങുക. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടിയുടെ നോയ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്, ചിലപ്പോൾ നമുക്ക് ഇനി ആളെ വിളിച്ച് ഡബിങ് പരിപാടി നടക്കുമെന്ന് അറിയാം. അപ്പൊ സ്പോട്ടിൽ തന്നെ ഡബ് ചെയ്യാനായിട്ട് ഞങ്ങൾ വേറെ റെക്കോർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇത് വെച്ചിട്ട് എന്റെ സ്പോട്ടിൽ ഡബ് ചെയ്യാന്നുള്ള പ്ലാനിൽ ചിലത് നമുക്ക് കിട്ടില്ലല്ലോ പിന്നീട്. പക്ഷെ ആളെ കൂടെ വന്നിട്ട് ലൈവ് ഡബ് ചെയ്തിട്ട് വീണ്ടും ചെയ്തു. പക്ഷെ ആള് ഞാനത് പറഞ്ഞ ആളെ പറഞ്ഞു, സാർ ഒരു നിമിഷം കോൾ പണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരി സാർ പണിയാൻ പറഞ്ഞു. അപ്പൊ ആളപ്പൊ തന്നെ ഫോൺ എടുത്ത് പറഞ്ഞു, ആളെ വിളിക്കാണ് ആളുടെ കൊണ്ടാട്ടി ഒരു വിഷയം പേசுறதுக்கு நான் கோல் பண்றேன், என்னோட பல வருஷ கனவுடி இன்னைக்கு நான் படத்தில் நடிச்சிட்டேன். അത് അപ്പൊ തന്നെ നമുക്കത് നമ്മളും ഇമോഷണൽ ആയി. ഞാൻ പറഞ്ഞു നമുക്കത് ഒരു സിനിമ ചെയ്യണ ഒരു മാനസികാവസ്ഥയല്ല, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതാണ് ശരിക്കും പറഞ്ഞത്. ഒരുപാട് പേരുടെ ഡ്രീമാണ്, ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ്, എല്ലാം ഉണ്ട് പകടകളി എന്ന് പറയുമ്പോൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്.
ഇതിപ്പോ ഒരു കുട്ടിയെ തേടിയിട്ട് പോകുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും പല ഇടങ്ങളിൽ നിന്ന് പല രീതിയിൽ. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കുന്ന ഒരു ഗെയിം പോലെയാണ്. അപ്പൊ പല ആളുകൾ വരുന്നു, എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകണമെന്നുള്ളൊരു സിറ്റുവേഷൻ കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു പകരകളിയുടെ ഒരു മൂഡ് എനിക്ക് തോന്നി അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അത് അവസാനം നമ്മൾ ആ പേരിലേക്ക് ഒരു ചൂസ് ചെയ്ത് എത്തുകയായിരുന്നത്. നമുക്ക് ഈ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് സാർ പറഞ്ഞില്ല. അതായത് നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഇപ്പം ഒരു വലിയൊരു ക്രൂവിനെ കൊണ്ട് പോകുന്നതിനെക്കാട്ടിലും ഫ്ലെക്സിബിൾ ആയിരുന്നു. പക്ഷെ അതിന്റെ എപ്പോഴെങ്കിലും ഒരു ഇതിപ്പോ സാർ ഈ സിനിമ ഇറങ്ങും കുറെ ഈ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ശരിക്കും ഒരു മോട്ടിവേഷനും ആണ് ഇങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു നെഗറ്റീവ് എന്നല്ല, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന സംഭവം നോക്കിയിട്ടില്ല, അഡ്വാൻറ്റേജസ് മാത്രമാണ് നോക്കിയിട്ടാണ് മുന്നേറിയിട്ടുള്ളത്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്യാമറ യൂണിറ്റ് കൊണ്ടുപോയിട്ട് എടുക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ നമ്മൾക്ക് ഇതിൽ ലഭിക്കുമ്പോൾ നമ്മൾ അതിന്റെ പോസിറ്റീവ് സൈഡാണ് നോക്കുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ അതിൽ നെഗറ്റീവ് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതിൽ എങ്ങനെയൊക്കെ പോസിറ്റീവ് ഉണ്ടാക്കാം, നമ്മൾ സഞ്ചരിക്കുന്ന പാതിൽ എവിടെയൊക്കെ നമുക്ക് പോസിറ്റീവ് ഉണ്ടാക്കാം, അത് മാത്രമായിരുന്നു തോട്ട്. അതിൽ എന്ത് നെഗറ്റീവ് വന്നാലും അതിനൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് കളഞ്ഞ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഷൂട്ടിംഗ് മുന്നേറിയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് സെൻസേർഡ് ആണ്. സോ അങ്ങനെ വരുമ്പം കുറച്ച് ഓഡിയൻസ് അപ്പൊ കുറച്ച് ലിമിറ്റഡ് ആയല്ലോ. പക്ഷെ എന്നാലും ഇത് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനായിരിക്കും ഇത് കൂടുതൽ വരാൻ ചാൻസ്, അല്ലെങ്കിൽ ഇത് അങ്ങനെ എന്റർടൈൻ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും മൈൻഡിൽ തോന്നിയിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഇന്നൊരു ടൈപ്പ് ഓഡിയൻസ് എന്നുള്ളത് കോൺസെപ്റ്റ് വെച്ചിട്ടല്ല നമ്മൾ ഷൂട്ട് ചെയ്തത്. നമ്മുടെ പടത്തിനൊരു അനിവാര്യമായിട്ടുള്ള ഒരു വയലൻസ് സാധനങ്ങൾ ഇതിലുണ്ടായിരുന്നു. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ പറയില്ല, നമുക്ക് അത് അങ്ങനെ തന്നെ ചെയ്യണം, എന്നാലാണ് നമുക്ക് നടക്കുള്ളൂ. സിനിമയിൽ കാണിക്കാൻ പാടില്ലാത്തത് കാണിക്കരുത് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിന് അപ്പുറത്ത് ഇത് കാണിക്കുക തന്നെ വേണം എന്ന് തോന്നുന്ന ഒരു ചിന്തയിലേക്ക് വരുമ്പോഴാണ്, അത് അവിടേക്ക് വരുമ്പോഴാണ് നമ്മളത് ചിത്രീകരിക്കുന്നത്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും കാണണം എന്ന രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഒരു യൂത്ത്, ഒരു മാസ് ഓഡിയൻസിന്റെ ഒരു കാറ്റഗറിയിലേക്ക് ഒരു ചുരുക്കപ്പെട്ടു. അപ്പൊ എന്നാലും ബാക്കിയുള്ള ആളുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാനുള്ള സാഹചര്യങ്ങളെല്ലാം അതിലുണ്ട്. പക്ഷെ ഇത് കുട്ടികളെ മിസ്സിങ്ങും അങ്ങനത്തെ ഒരു ടോപ്പിക്. അപ്പൊ ഇത് പേരൻസിന് അതിലെന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ, പേരൻസ് കണ്ടിരിക്കണം എന്നുള്ള എന്തെങ്കിലും? തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഒരു സബ്ജക്റ്റിൽ അത്തരം കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു വയലൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് മാത്രം കാണാനായിട്ട് സാധിക്കുള്ളൂ. ചിലപ്പോൾ കൊച്ചുകുട്ടിക്ക് ചിലപ്പോൾ ചെന്നിരുന്നിട്ട് നമ്മൾ കീറി മുറിക്കുന്ന മുറിക്കലുകൾ ചിലപ്പോൾ കാണാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, അവർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. നമുക്ക് ഓൾറെഡി അത് സെൻസർ ബോർഡിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ആര് കാണണം എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല. എന്ന് പറയുമ്പോൾ അതിനൊരു റൗണ്ട് വട്ടത്തിലൊരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ട്, ഇന്ന ആൾക്കാരത് കാണാൻ പാടുള്ളൂ. അപ്പൊ ആ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പം നമ്മള് സ്ക്രിപ്റ്റ് എങ്ങനെയായിരുന്നു, അതായത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു? അതോ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പലരും അന്നേരം കാണുന്ന ആളുകളെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ആ സ്ക്രിപ്റ്റിന്റെ സൈഡ് എങ്ങനെ, ഡയലോഗ് അങ്ങനത്തെ ഒരു സൈഡ് എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്? ഇതിലൊരു പേന കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പേജ് പോലും ഇതിലില്ല എന്നുള്ളത് അതിന് പറയാം. നമ്മളൊരു ഒറ്റ ഓൺലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ടിന് പോകുന്നത്. പിന്നെ ലൈവ് ആയിട്ടുള്ള സ്പോട്ടിൽ നമ്മൾ ഡയലോഗുകൾ ഉണ്ടാക്കുന്നു, മൈൻഡിൽ വരുന്ന ഡയലോഗുകൾ ഉണ്ടാക്കുന്നു, അവരെ സ്പോട്ടിൽ പഠിപ്പിക്കുന്നു, അവരെ കൊണ്ടത് പറയിപ്പിക്കുന്നു, അവരത് ഭംഗി അവർക്കും ഈസിയാണ്. കാരണം സിറ്റുവേഷനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഒരു സിറ്റുവേഷൻ ഇന്റർവ്യൂവിൽ അവിടെ ഇരിക്കുന്ന നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കയറി വരുന്ന ആളെ എങ്ങനെ ആൾക്ക് ചായ കൊടുക്കണം എന്നുള്ളൊരു സാധനത്തിന്റെ ഒരു സിറ്റുവേഷൻ മാത്രം നമ്മൾ പറഞ്ഞു. ഇതൊരു ഇന്റർവ്യൂ സെക്ഷനാണ്, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു അലമുണ്ടാക്കി പൊളിക്കണം, ഇവിടെ നല്ല ഒരു ഓടി. അപ്പൊ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തു. അവിടെ ഇന്നെ പോലെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്ലേസ്മെന്റ്. അവർക്കൊരു ഡയലോഗിന്റെ ഇന്ന പോയിന്റ് മാത്രം ഡയലോഗ് എന്നുള്ളൊരു വശം, ബാക്കി കുറെ സാധനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. സ്പോട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് ഇന്ന ഡയലോഗ് തന്നെ പറയണമെന്നുള്ള നമ്മൾ സ്പോട്ടിൽ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു കുറച്ചും കൂടി രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. പഠിച്ചത് പറയുക പിന്നെ 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 എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. ഒരാളും ഫ്രെയിമിന്റെ ഉള്ളിൽ കൂട്ടി വെച്ചിട്ട് അഭിനയിക്കാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും പെർഫോം ചെയ്യാനുള്ള ഒരു രീതി അതിൽ എത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പം April 3 പകിടകളി തിയേറ്ററിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഓഡിയൻസ് പകിടകളി കാണാൻ വരും? പ്രേക്ഷകരോട് എന്താ, എങ്ങനെയാ പ്രേക്ഷകരോട് പറയാം നിങ്ങൾ വരണം, ഇതാണ് എന്റെ റീസൺ പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ പറഞ്ഞതെല്ലാം ഇതിന്റെ റീസൺ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ വീട്ടിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ മൊബൈലിൽ ഒരു സിനിമ, iPhone 15 Proയിൽ ഒരു സിനിമ, Pro Maxൽ ഒരു സിനിമ ചിത്രീകരിക്കുന്നു. ആ ഒരു ചിത്രീകരിച്ചിട്ട് മലയാളത്തിൽ ആദ്യമായി തിയേറ്ററിൽ എത്തുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഈ സിനിമ. അപ്പൊ നാളെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു പരിപാടികൾ iPhone 15 Pro Maxൽ ഉണ്ട്, അല്ലെങ്കിൽ അതല്ല അതിനപ്പുറത്തേക്കുള്ള ക്യാമറകളിലുണ്ട്. നമ്മൾ എങ്ങനെ ഫ്രെയിം വയ്ക്കുന്നു, നമ്മൾ ഏത് ലൈറ്റിന് ചൂസ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ് അതിന്റെ കാര്യങ്ങൾ. നമ്മുടെ ആഗ്രഹങ്ങൾ അടക്കി വെക്കാനുള്ളതല്ല, നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതിലല്ല കാര്യം, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നുള്ളതാണ് പകിടകളി. അപ്പൊ അത് കാണുക, പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക.
അവരാണ് തീരുമാനിക്കേണ്ടത് ഇത് എവിടെ എത്തണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതെല്ലാം അവരുടെ അഭിപ്രായത്തില്ല. അപ്പൊ അത് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ അതിന്റെ ഏകദേശം റിസൾട്ടുകൾ വരും. ഞങ്ങളോട് പറ്റാവുന്നതിന്റെ മാക്സിമം സാധനങ്ങൾ നമ്മളതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും കാണണം എന്ന് മാത്രമാണ്. മസ്റ്റ് തിയേറ്ററിൽ കാണേണ്ട മൂവിയാണെന്ന് പറയുള്ളൂ. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയധികം കഷ്ടപ്പെട്ട ഔട്ട്പുട്ട്. അതിന്റെ ഷോട്ടുകൾ എങ്ങനെയാണ് ഒരു ഫാസ്റ്റ് ഒരു ഹൈ സ്പീഡ് ട്രെയിൻ ത്രില്ലർ പോലെയാണ് ഈ സിനിമ. അതൊരു ഭയങ്കര സ്പീഡാണ് സിനിമയ്ക്ക്. അപ്പൊ അതിനനുസരിച്ചുള്ള സൗണ്ട് മിക്സ് ആണ് ചെയ്തിട്ടുള്ളത്. കരുൺ പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ ചെയ്തിട്ടുള്ളത്. കടുവ അങ്ങനെ ഒരുപാട് തമിഴ് പടങ്ങളൊക്കെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ആളാണ്. സൗണ്ട് ബ്രിവറി സ്റ്റുഡിയോയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ സൗണ്ട് ഭയങ്കര അത് തിയേറ്ററിൽ തന്നെ ചിലപ്പോൾ അനുഭവിക്കേണ്ട ഒരു സാധനം. അതിന് ഏറ്റവും നല്ല ഔട്ട്പുട്ട് ക്വാളിറ്റി കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. മൊബൈലിൽ എടുത്ത് സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ക്രീനിന്റെ ഉള്ളിലേക്ക് അത് ഒതുക്കി പോകരുത് എന്നത് മാത്രമേ പറയുള്ളൂ. അത് ആ സ്ക്രീനിലേക്ക് അനുഭവിക്കാനുള്ള ഒരു സാധനം തന്നെയാണ്. ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇത് വരുമ്പം അത്രയും അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും വ്ളോഗ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നു അതുപോലെ എടുക്കാൻ പറ്റുന്നതാണോ സിനിമയെന്ന് സംശയം. അപ്പം എനിക്ക് തന്നെ നമ്മുടെ സിനിമയെ കുറിച്ച് വായിക്കുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും തിയേറ്ററിൽ എന്നൊരു എക്സൈറ്റ്മെന്റും ഉണ്ട്, ഡൗട്ട് ഉണ്ട്. അപ്പൊ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് കാണണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റും കോൺഫിഡൻസും ഒക്കെ കിട്ടി. പക്ഷെ ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ ആയിട്ട് ചെന്നപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ അടുത്ത് ഇത് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടാൻ വേണ്ടി കുറെ അങ്ങനെ നടക്കേണ്ടി വന്നു, അതോ പെട്ടെന്ന് തന്നെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടി കൺവിൻസ് ചെയ്യാൻ പറ്റി? അതെങ്ങനെയാണ്? അതും കൂടെ നമ്മളോട് ഇതില് ഏറ്റവും അധികം ഒരു സംഭവം ചെയ്യാന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറെ കണ്ടുവേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം ഞങ്ങളൊരു ചെറിയ കണ്ടന്റുകളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിൽ തുടങ്ങുന്നത്. അപ്പൊ ദേവസൂര്യ തന്നെ കഥാപാത്രം വന്നിട്ടുള്ള ചെറിയ ചെറിയ കോണ്ടന്റുകൾ ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യാന്നുള്ള ഒരു പദ്ധതിയിലേക്ക് മൂവ് ചെയ്യുന്നു. അത് സിനിമയിലേക്ക് ആക്കാം എന്നുള്ളൊരു ആശയം അദ്ദേഹത്തോട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ തന്നെ അത് അദ്ദേഹം കൺവിൻസ്ഡ് ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഡൗട്ട് ഉണ്ടായിരുന്നു അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ ആൾക്കതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം ഞാൻ നൽകിയിരുന്നു. അത് ഇങ്ങനെ ഇതിന് ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ള വിശ്വാസം നൽകിയിരുന്നു. അദ്ദേഹത്തിന് അവസാന നിമിഷം വരെ ചെറിയ ഡൗട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആള് പൂർണ്ണമായിട്ട് അത് എല്ലാം കഴിയുന്നതിന് ശേഷമാണ് നമ്മുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞു. അതായത് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, നമ്മുടെ ഡബിങ് കഴിഞ്ഞു, സെൻസർ കഴിഞ്ഞു. എന്നാലും ഒരു ചെറിയ ഡൗട്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ആളുടെ മൈൻഡിലുണ്ട്. കാരണം ഒരു സിനിമയ്ക്ക് ഇറക്കുന്ന ബഡ്ജറ്റിന്റെ അപ്പുറം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാവുന്നതിന്റെ മാക്സിമം എഫർട്ട് ഇട്ടുള്ള ഒരു പ്രൊഡ്യൂസർ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് ഒരു കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. നമ്മുടെ കൂടെ കട്ടയ്ക്ക് എല്ലാത്തിനും നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത് ഇത്തരത്തിലൊരു സാധനം ഏപ്രിൽ 3 നമുക്ക് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു പ്രൊഡ്യൂസറെ റിലീസിന് മുന്നേ ഒരു സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് തന്നെയാണ് പകടകളിൽ നിന്ന് സിനിമ കൊണ്ട് വിശ്വസിക്കുന്നത്. ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള പ്രൊഡ്യൂസർ ആയിരുന്നു. നിങ്ങളെല്ലാം ശരിക്കും ഒരു റോള് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചില്ലേ? ഡയറക്ടർ എന്ന് വെച്ചാൽ അത് മാത്രമല്ലോ ചെയ്ത് എല്ലാ കാര്യങ്ങളും. ഞാൻ നേരത്തെ നമ്മുടെ ലീഡ് റോളിലുള്ളവരോട് ചോദിച്ചപ്പോൾ അവരെല്ലാം ചെയ്തു. അതായത് അഭിനയിച്ചിട്ട് മാറി വേറെ എന്തെങ്കിലും അല്ലെ, അങ്ങനത്തെ ഒരു ഫ്രീഡം ഉള്ള സെറ്റ് ആയിരുന്നു അല്ലേ? അങ്ങനെ ഫ്രീഡം അങ്ങനെ ചെയ്തില്ലെങ്കിൽ കിട്ടിയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അടുത്തൊന്നും ചെയ്തില്ല. പിന്നെ വളരെ കുറഞ്ഞ സമയമാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അതായത് നൈറ്റ് ചിലപ്പോൾ ഫുള്ള് ഞങ്ങൾ ഷൂട്ട് ചെയ്യും. കാലത്ത് നല്ല ലൈറ്റ്, വൈകുന്നേരം നല്ല ലൈറ്റുള്ള സമയം മാത്രം. ഒരു വെയിലത്തുള്ള പരിപാടികൾ അത് ഷൂട്ട് ചെയ്യാം. അപ്പൊ നല്ല ചിലപ്പോൾ വിഷ്വലൊക്കെ നല്ലത് കിട്ടില്ല നമുക്ക് ഉള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ഒക്കെ ശ്രദ്ധിച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന പ്രകൃതിയിൽ നിന്നുള്ള ഏറ്റവും നല്ല സോഴ്സ് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടം കൂടിയാണ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പകിടകളിയില് തിരുമൂർത്തി പാടിയ പാട്ടൊന്ന് കേട്ടാലോ? கண்டிப்பா. என்ன பாட்டு பாட போறீங்க? சிந்த பாடுறீங்களா? சிந்தா பாட போறீங்களா? சரி, சிந்த பாடலாம். சிந்தான்னு ஒரு சாங். ஓகே. நம்ம SS கார்த்திகேயன் ஒரு தமிழ், அதில் தமிழ் சொல்லுங்க. SS கார்த்திகேயன் அவர் தான் இந்த பாட்டோட லிரிக்ஸ் எழுதி வச்சிருக்காங்க. இவர் தான் பாடினது. மியூசிக் நம்மளோட விநாயக் சரத்சந்திரன் தான். விநாயக் சரத் சாரோட மியூசிக்ல SS கார்த்திக் சாரோட இந்த லிரிக்ல சிந்த அப்படிங்கிற பாடல் ஃபஸ்ட்டு நான் வந்து நிஷாத் சாருக்கும் அப்புறம் இந்த பகடக்களி டீமுக்கும் ப்ளஸ் டிட்டு அண்ணா, அமல் அண்ணா, இவங்க எல்லாருக்கும் ஃபஸ்ட்டு நான் தேங்க்ஸ் சொல்லிக்கிறேன். ஏன்னா எனக்கு இந்த மியூசிக் டைரக்டர் பிடிக்கும் இல்லை அந்த மியூசிக் டைரக்டர் பிடிக்குன்றதை தாண்டி நான் வந்து மியூசிக் எனக்கு ரொம்ப பிடிக்கும். ஸோ அதை நம்பி நான் அந்த ட்ராவல் வந்து நான் பண்ண ஆரம்பித்தேன். சும்மா வீட்லேயே ஏதோ பாடிக்கிட்டு இருந்த ஒருத்தனுக்கு ஒரு சான்ஸ் கிடைச்சி, அது பெரிய இசையமைப்பாளர் டிமான் சார் வந்து ஒரு சான்ஸ் கொடுத்தாரு. அதை தாண்டி இப்போது ஊரில் அங்கே தமிழ்நாட்டில் அங்கே பாடிக்கிட்டு இருந்ததை தாண்டி இப்போ நான் இங்கே கேரளா வரைக்கும் வந்திருக்கேன். ஸோ அது காரணம்னா பகடக்களி டீம், அப்புறம் நிஷாத் அண்ணா, இவங்க எல்லாரும் தான். ஸோ ரொம்ப ரொம்ப தேங்க்ஸ். ഇനി ഒരുപാട് പാട്ടുകൾ തിരുമൂർത്തിയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതെ, നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഞങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ്, ബ്ലെസ്ഡ് ആണ്. தேங்க்யூ. பண்ணலாமா? இந்த இரவெல்லாம் பொய்தான் கண்ணே,
இந்த உலகெல்லாம் பொய்தான் கண்ணே, இங்க இரவெல்லாம் பொய்தான் கண்ணே, இந்த உலகெல்லாம் பொய்தான் கண்ணே. யோசிச்சு பார்த்தா ஒண்ணுமே இல்ல உலகம், யோசிச்சு பார்த்தா ஒண்ணுமே இல்ல உலகம், உன் சிந்தனையில் தினமும் எத்தனை எத்தனை கலகம். யோசிச்சு பார்த்தா ஒண்ணுமே இல்ல உலகம், சிந்தனையில் தினமும் எத்தனை எத்தனை கலகம். கலவரம் உருவாச்சு, கடமைகள் உருவாச்சு, பல கடமைகள் உருவாச்சு, உன் கதையும் உருவாச்சு. உன் யுத்திக்கு இருக்கு சிந்த, உன் புத்திக்கு இருக்கு சிந்த, உன் யுத்திக்கு இருக்கு சிந்த, உன் புத்திக்கு இருக்கு சிந்த. அந்த சித்தனில் இருக்கு சிந்த, அந்த புத்தனில் இருக்கு சிந்த, அந்த குப்பனில் இருக்கு சித்தனில் இருக்கு, மொத்தமாக்கி இருக்கு சிந்த. താങ്ക് യു സോ മച്ച്. സോങ്സും ഹിറ്റ് ആവട്ടെ അല്ലേ, നമ്മുടെ ആളുകൾ മലയാളികളാണ് ഉറപ്പായിട്ടും ഏറ്റെടുക്കും. ഒരുപാട് റീൽസിലൊക്കെ നമുക്കിത് കേൾക്കാൻ പറ്റും ഉറപ്പായിട്ടും, അതെനിക്ക് ഷുവർ ആണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ പകിടകളി ടീം. അവരുടെ ഒരുപാട് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു. ഞാൻ എക്സൈറ്റഡ് ആണ്, ഞാൻ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി മൂവി കാണും. അപ്പൊ നിങ്ങളും April 3 റിലീസ് ആവുന്ന പകിടകളി സ്വീകരിക്കണം. കാരണം ഒരു കൂട്ടം ആളുകളുടെ കഷ്ടപ്പാടാണ് ശരിക്കും. അവരത് എൻജോയ് ചെയ്ത് അവരത്രയും പാഷനേറ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ അത് അവരുടെ കഷ്ടപ്പാടാണ്, അതിന്റെ റിസൾട്ട് നമ്മളാണ് കൊടുക്കേണ്ടത്. സോ മസ്റ്റ് ആയിട്ടും പകിടകളി തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.